അഹങ്കാരിയുടെ അഹങ്കാരം എങ്ങനെ തകർക്കാം? സുഹൃത്തുക്കളെ, ചില ആളുകളുണ്ട് എപ്പോഴും തങ്ങളുടെ അഹങ്കാരത്തിൽ ജീവിക്കുന്നവർ. ഓഫീസിലായാലും സുഹൃത്തുക്കൾക്കിടയിലായാലും ഇനി വീട്ടിലായാലും ശരി, ഇത്തരം ആളുകൾ എല്ലാ കാര്യത്തിലും തങ്ങളാണ് ഏറ്റവും വലിയവരെന്ന് കരുതുന്നു. അവർ ആരെയും കേൾക്കില്ല, അവരില്ലാതെ ഇവിടെയൊന്നും നടക്കില്ല എന്നാണ് അവർ എപ്പോഴും ചിന്തിക്കുന്നത്. ഇങ്ങനെയുള്ളവരോടൊപ്പം ജീവിക്കുന്നതോ ജോലി ചെയ്യുന്നതോ ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടേറിയതും അസ്വസ്ഥതയുണ്ടാക്കുന്നതുമാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു അഹങ്കാരിയുടെ അഹങ്കാരം എങ്ങനെ തകർക്കാമെന്നാണ്. തങ്ങൾ എല്ലാവർക്കും മുകളിലാണെന്ന് കരുതുന്നവർ, മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാൻ മാത്രം വലിപ്പമുള്ള അഹന്തയുള്ളവർ, തങ്ങളില്ലാതെ മറ്റുള്ളവരുടെ കാര്യം നടക്കില്ലെന്ന് കരുതുന്നവർ. ഇത്തരം ആളുകളുടെ അഹങ്കാരം അവരുടെ കൂടെയുള്ളവർക്ക് മാത്രമല്ല, അവരുടെ സ്വന്തം ജീവിതത്തിനും ദോഷം ചെയ്യുന്നു. എന്നാൽ ഏതൊരു അഹങ്കാരിയുടെയും ഏറ്റവും വലിയ ദൗർബല്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? സത്യത്തെ അംഗീകരിക്കാൻ കഴിയാതിരിക്കുക എന്നത് തന്നെ. അതെ, താൻ എല്ലാവരുടെയും ദൈവമാണെന്ന് കരുതുന്ന ആ വ്യക്തി തന്റെ കുറവുകളും പോരായ്മകളും മുന്നിൽ വരുമ്പോൾ ഉള്ളുകൊണ്ട് ആകെ തകർന്നുപോകും. എന്നാൽ പുറമേ അത് സമ്മതിക്കാൻ അവരുടെ അഹന്ത അവരെ അനുവദിക്കില്ല. അതുതന്നെയാണ് അവരുടെ ദൗർബല്യം, അതുതന്നെയാണ് നിങ്ങളുടെ അവസരവും. ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു വഴക്കോ ബഹളമോ കൂടാതെ അഹങ്കാരിയുടെ അഹങ്കാരം എങ്ങനെ തകർക്കാം എന്നതിനുള്ള വഴികൾ ഞാൻ പറഞ്ഞുതരാം. ചാണക്യന്റെ നയങ്ങളുടെ സഹായത്തോടെയാണ് നമ്മളിത് മനസ്സിലാക്കാൻ പോകുന്നത്. കാരണം ബുദ്ധിയും തന്ത്രവും ഉപയോഗിച്ച് എങ്ങനെ ഒരാളുടെ അഹന്തയെയും അഹങ്കാരത്തെയും നിയന്ത്രിക്കാമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ചാണക്യൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് താൻ ദൈവമാണെന്നും താനില്ലാതെ ഒന്നും നടക്കില്ലെന്നും കരുതുന്ന ആ വ്യക്തിയുടെ അഹങ്കാരത്തെ എങ്ങനെ നിർവീര്യമാക്കാമെന്ന് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കാണുക. നിങ്ങൾ പാതിവഴിയിൽ നിർത്തുകയോ ഒഴിവാക്കുകയോ ചെയ്താൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ചാണക്യന്റെ വിലപ്പെട്ട തന്ത്രങ്ങളും നിങ്ങൾക്ക് നഷ്ടമാകും. അഹങ്കാരിയുടെ അഹന്തയെ എങ്ങനെ ലക്ഷ്യമിടാം, അവരുടെ ദൗർബല്യങ്ങളെ എങ്ങനെ തിരിച്ചറിയാം, നിങ്ങളുടെ ബുദ്ധിയും തന്ത്രവും ഉപയോഗിച്ച് അവരുടെ അഹങ്കാരം എങ്ങനെ തകർക്കാം എന്ന് പടിപടിയായി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. തയ്യാറായിക്കൊള്ളൂ, കാരണം ഇത് വെറുമൊരു സിദ്ധാന്തമല്ല. ഇത് ചാണക്യനീതിയെ അടിസ്ഥാനമാക്കിയുള്ള പ്രായോഗികവും തെളിയിക്കപ്പെട്ടതുമായ വഴിയാണ്. സുഹൃത്തുക്കളെ, അഹങ്കാരിയായ ഒരു വ്യക്തിയുടെ അഹങ്കാരം തകർക്കുന്നതിനുള്ള ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ നിയമം ഇതാണ്: ഒച്ചയെടുക്കരുത്, വഴക്കിടരുത്, തർക്കത്തിൽ ഏർപ്പെടരുത്. കാരണം എന്നാണോ നിങ്ങളൊരു അഹങ്കാരിയോട് തർക്കിക്കാനിരിക്കുന്നത്, അന്നേ നിങ്ങൾ നിങ്ങളുടെ തോൽവി ഉറപ്പിച്ചു. അത്തരം വ്യക്തി എത്ര തെറ്റാണെങ്കിലും തർക്കത്തിനിടയിൽ തന്റെ തെറ്റായ കാര്യവും ശരിയാണെന്ന് തെളിയിക്കാൻ അവർ സർവ്വശക്തിയും ഉപയോഗിക്കും. അതാണ് അഹങ്കാരിയുടെ ഏറ്റവും വലിയ അടയാളം. ചാണക്യൻ പറയുന്നു, മൂഢനും അഹങ്കാരിയുമായ വ്യക്തിയോട് തർക്കിക്കുന്നത് സ്വന്തം നാശത്തിലേക്കുള്ള വഴി തുറക്കലാണ്. കാരണം അഹങ്കാരം സത്യം കേൾക്കില്ല, അത് തന്നെ ശരിയാണെന്ന് തെളിയിക്കാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് അത്തരം വ്യക്തിയെ തർക്കത്തിൽ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ അവരുടെ സംസാരത്തിൽ കുടുങ്ങിയാൽ അവർ നിങ്ങളുടെ ഊർജ്ജവും സമയവും മാനസിക സമാധാനവുമെല്ലാം നശിപ്പിക്കും. അതുകൊണ്ട് ഓർക്കുക, അഹങ്കാരിയെ വാക്കുകൾ കൊണ്ടല്ല, ഫലം കൊണ്ടാണ് തോൽപ്പിക്കേണ്ടത്. മിണ്ടേണ്ട ആവശ്യമില്ല, മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. നിശബ്ദനായിരുന്ന് നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കാരണം നിങ്ങൾ നിശബ്ദനായിരുന്ന് നിങ്ങളുടെ ഫലം കാണിച്ചു കൊടുക്കുമ്പോൾ ആ ഫലം അവരുടെ അഹന്തയ്ക്ക് നേരെ നേരിട്ടുള്ള ഒരു പ്രഹരമായിരിക്കും. നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നവർ പറയുകയാണെങ്കിൽ തർക്കിക്കാനോ വിശദീകരണം നൽകാനോ നിൽക്കരുത്. വെറുതെ ഒന്ന് പുഞ്ചിരിച്ച് നിങ്ങളുടെ ജോലി ചെയ്യാൻ പോവുക. അവർക്കെല്ലാം അറിയാമെന്നും അവരുടെ കണ്ണിൽ നിങ്ങൾ ഒന്നുമല്ലെന്നും അവർ തോന്നിപ്പിക്കുകയാണെങ്കിൽ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. സമയം വരട്ടെ, ആരാണ് എന്താണെന്ന് സമയം തന്നെ തെളിയിക്കും. കാരണം നിങ്ങളുടെ പ്രവൃത്തികൾ സംസാരിക്കുമ്പോൾ എത്ര വലിയ അഹങ്കാരിയുടെയും അഹങ്കാരം തകർന്നുപോകും. ആ നിമിഷം പുറമേ അവർ ഈ സത്യം അംഗീകരിക്കില്ല. എന്നാൽ നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് അവരുടെ മനസ്സ് തിരിച്ചറിയും. ആ കാര്യം അവരെ ഉള്ളിൽ നിന്ന് നീട്ടിക്കൊണ്ടിരിക്കും. പുറമേ അവരുടെ അഹന്ത എതിർത്തുകൊണ്ടേയിരിക്കും. എന്നാൽ ഉള്ളിൽ അവരുടെ അഹങ്കാരം തകർന്നിട്ടുണ്ടാകും. അതുകൊണ്ടോർക്കുക, നിങ്ങളുടെ ഏറ്റവും വലിയ മറുപടി, നിങ്ങളുടെ ഏറ്റവും ശക്തമായ അടി ഇതാണ്. അവർ തർക്കിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങൾ നിശബ്ദമായി നിങ്ങളുടെ വിജയത്തിലൂടെ അവരെ തോൽപ്പിക്കുക. ഇതാണ് ചാണക്യനീതി, ഇതാണ് യഥാർത്ഥ ശക്തി. രണ്ടാമത്തെ കാര്യം വളരെ അപകടകരമാണ്. കാരണം ഇവിടെയാണ് അഹങ്കാരി ഉള്ളിൽ നിന്ന് ഏറ്റവും കൂടുതൽ തകരുന്നത്. അഹങ്കാരിയായ വ്യക്തിക്ക് എപ്പോഴും പൊതുവായ ഒരു ശീലമുണ്ട്. അവർക്ക് എല്ലാവരുടെയും ശ്രദ്ധ വേണം. ആളുകൾ തന്റെ വാക്കുകൾ കേൾക്കണമെന്നും തന്റെ സാന്നിധ്യം അറിയണമെന്നും അവർ ആഗ്രഹിക്കുന്നു. ആളുകൾ തന്റെ ചുറ്റും നടക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അവരുടെ കഴിവല്ല അവരുടെ ശക്തി, ആളുകളുടെ ശ്രദ്ധയാണ് അവരുടെ ശക്തി. ചാണക്യൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരുടെ അംഗീകാരത്തിൽ ശക്തി കണ്ടെത്തുന്നവനെ അവഗണിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രഹരം. ഇനി ഈ കാര്യം ശ്രദ്ധിച്ചു കേൾക്കൂ. എല്ലാവരും തന്റെ ഇംഗിതത്തിനനുസരിച്ച് നടക്കണമെന്നും തന്നെ പുകഴ്ത്തണമെന്നും തന്റെ തീരുമാനങ്ങൾ അംഗീകരിക്കണമെന്നും അഹങ്കാരി ആഗ്രഹിക്കുന്നു. എന്നാൽ ആരെങ്കിലും ഒരാൾ തന്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്നില്ലെങ്കിൽ അന്നേ ദിവസം അവരുടെ സമനില തെറ്റും.
ഒരാൾക്ക് എന്നെ എങ്ങനെ അവഗണിക്കാൻ കഴിയും എന്ന സത്യം അംഗീകരിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം താൻ ഉള്ളതുകൊണ്ടാണ് എല്ലാം നടക്കുന്നതെന്നും താനില്ലാതെ ഒന്നുമില്ലെന്നുമാണ് അവരുടെ അഹങ്കാരം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അഹങ്കാരിയുടെ അഹങ്കാരം തകർക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം ഒരക്ഷരം മിണ്ടാതെ അവരെ അവരുടെ കണ്ണിൽ തന്നെ താഴെയിടുക എന്നതാണ്. അവരുണ്ടെന്നോ ഇല്ലെന്നോ ഉള്ളത് നിങ്ങൾക്ക് ഒരു വിഷയമേ അല്ല എന്നവർക്ക് തോന്നണം. പുകഴ്ത്തലില്ല, എതിർപ്പില്ല, തർക്കമില്ല, വെറും അവഗണന മാത്രം. ഓർക്കുക, ഈ അവഗണന കാണിക്കാൻ വേണ്ടി മാത്രമുള്ളതാകരുത്. മറിച്ച് ഞാനിവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അവർ സ്വയം ചോദിച്ചു പോകുന്നത്ര സ്വാഭാവികമായിരിക്കണം അത്. അഹങ്കാരിക്കിത് സഹിക്കാൻ കഴിയില്ല. കാരണം അവർക്ക് ശ്രദ്ധ ലഭിക്കുന്നതിനോട് ആസക്തിയുണ്ട്. അവർ എത്രത്തോളം സ്വയം കാണിക്കുന്നുവോ അത്രത്തോളം ആളുകൾ അവരുടെ സാന്നിധ്യം അംഗീകരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ അവരുടെ നേരെ നോക്കുന്നതുപോലും നിർത്തുമ്പോൾ അവരുടെ ഉള്ളിൽ അസ്വസ്ഥത തുടങ്ങുന്നു. നീയാണ് എല്ലാവരെക്കാളും മുകളിൽ എന്ന് അവരുടെ അഹങ്കാരം അവരോട് പറയും. എന്നാൽ യാഥാർത്ഥ്യം അവരുടെ മുഖത്തടിക്കുന്നു. ആളുകൾക്ക് ഒരു കൂസലുമില്ല. ചാണക്യനീതി പഠിപ്പിക്കുന്നത് ഇതാണ്: ബഹുമാനം അവസാനിക്കുന്നിടത്ത് അഹങ്കാരം താനേ മരിക്കുന്നു. അതുകൊണ്ട് അവർ എത്രത്തോളം ശബ്ദമുയർത്തുന്നുവോ നിങ്ങൾ അത്രത്തോളം ശാന്തമായിരിക്കുക. അവർ എത്രത്തോളം പ്രകടനം നടത്തുന്നുവോ നിങ്ങൾ അത്രത്തോളം നിങ്ങളുടെ ജോലിയിൽ മുഴുകുക. പ്രതികരിക്കാതെ, വിശദീകരണം നൽകാതെ, ഒന്നും തെളിയിക്കാൻ നിൽക്കാതെ നിങ്ങളുടെ വഴിയിലൂടെ നടക്കുക. നിങ്ങളെ സംബന്ധിച്ച് അവരുടെ സാന്നിധ്യം ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ലെന്നും അവർ ഇല്ലാത്തപ്പോഴും സാഹചര്യം പഴയതുപോലെ തന്നെയാണെന്നും അവർ കാണുമ്പോൾ അവർക്കുള്ളിൽ വലിയൊരു പ്രഹരമേൽക്കും. ഓർക്കുക, ചിലപ്പോൾ ഒരു വ്യക്തിയെ തകർക്കാൻ അവരെ തോൽപ്പിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ അവരുടെ കളിയിൽ നിന്ന് പുറത്തു കടക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം. കാരണം കളിക്കാരൻ തന്നെ മൈതാനം വിട്ടാൽ തകരുന്ന അഹങ്കാരവുമായി അഹങ്കാരി അവിടെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കമന്റിൽ നൈസ് എന്ന് എഴുതാൻ മറക്കരുത്. നിങ്ങളുടെ ഒരു ചെറിയ കമന്റ് അടുത്ത വീഡിയോ ചെയ്യാൻ ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ് നൽകുന്നത്. മൂന്നാമത്തെ കാര്യം, നേരിട്ട് അഹങ്കാരിയുടെ അഹന്തയുടെ ഹൃദയത്തിൽ കൊള്ളുന്നതാണ്. എന്നാൽ ബഹളമില്ലാതെ, വഴക്കില്ലാതെ. ചാണക്യൻ പറഞ്ഞിരുന്നു, ശത്രുവിനെ തോൽപ്പിക്കാൻ വാളല്ല, ബുദ്ധിയാണ് വേണ്ടതെന്ന്. അഹങ്കാരിയെ തോൽപ്പിക്കാനുള്ള ഏറ്റവും വലിയ ആയുധം കണ്ണാടിയാണ്. എന്നാൽ ശ്രദ്ധിക്കുക, നീ തെറ്റാണ് എന്ന് അഹങ്കാരിയോട് ഒരിക്കലും നേരിട്ട് പറയരുത്. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ഉടൻ അവരുടെ മനസ്സടയുകയും അഹങ്കാരം ഉണരുകയും ചെയ്യും. പിന്നെ അവർ നന്നാവില്ല, മറിച്ച് പ്രതികരിക്കും, തർക്കിക്കും, വാദിക്കും, സ്വയം ശരിയാണെന്ന് തെളിയിക്കാൻ സർവശക്തിയുമെടുക്കും. അഹങ്കാരിയുടെ ഏറ്റവും വലിയ ദൗർബല്യം അവർ ചോദ്യങ്ങളെ ഭയപ്പെടുന്നു എന്നതാണ്. കാരണം ചോദ്യങ്ങൾ അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. ചിന്തിക്കുക എന്നാൽ സ്വയം ഏറ്റുമുട്ടുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് തർക്കിക്കരുത്, ചോദ്യങ്ങൾ ചോദിക്കുക. നേരിട്ട് കുറ്റപ്പെടുത്തരുത്, മറിച്ച് ഉത്തരം നൽകുമ്പോൾ അവർ തന്നെ സ്വന്തം സത്യത്തിന് മുന്നിൽ നിൽക്കേണ്ടിവരുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. ഇതാണ് യഥാർത്ഥ കണ്ണാടി. ചാണക്യനീതി പറയുന്നു, ഒരാൾക്ക് സ്വന്തം തെറ്റ് സ്വയം ബോധ്യപ്പെട്ടാൽ പിന്നെ അയാളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു അഹങ്കാരിക്ക് ചോദ്യങ്ങളിലൂടെ അവരുടെ തന്നെ വാക്കുകളുടെ കണ്ണാടി നിങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവരുടെ പുറമേയുള്ള മനസ്സ് നിഷേധിച്ചേക്കാം, പക്ഷേ അവരുടെ ഉള്ളിന്റെ ഉള്ളിലെല്ലാം കാണുന്നുണ്ടാകും. അവർക്ക് ആ സത്യം അംഗീകരിക്കാൻ കഴിയില്ല, എന്നാൽ അതിൽ നിന്ന് ഒളിച്ചോടാനും കഴിയില്ല. ഇവിടെയാണ് അവരുടെ അഹങ്കാരം സാവധാനം തകരാൻ തുടങ്ങുന്നത്. ഓർക്കുക, അഹങ്കാരത്തിനുള്ള മരുന്ന് തർക്കമല്ല. തർക്കം അഹങ്കാരത്തെ കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്യുന്നത്. അഹങ്കാരത്തിനുള്ള മരുന്ന് സത്യത്തെ നേരിടലാണ്. ഒച്ചയില്ലാതെ, അപമാനിക്കാതെ ഒരാൾക്ക് നിങ്ങൾ കണ്ണാടി കാണിച്ചു കൊടുക്കുമ്പോൾ അവർ ഉള്ളിൽ നിന്ന് തകരുന്നു. കാരണം ഇപ്പോൾ അവർക്ക് യുദ്ധം ചെയ്യാൻ ഒരു വ്യക്തി മുന്നിലില്ല. അവർക്ക് അവരോട് തന്നെ യുദ്ധം ചെയ്യേണ്ടി വരുന്നു. ഇതാണ് ചാണക്യനീതിയുടെ ഏറ്റവും വലിയ തന്ത്രം. ശത്രുവിനെ മുറിവേൽപ്പിക്കരുത്. അവർക്ക് അവരുടെ സത്യം കാണിച്ചു കൊടുക്കുക. കാരണം ആ സത്യം താങ്ങാൻ കഴിയാത്ത വ്യക്തിയുടെ അഹങ്കാരം താനേ വീണുപോകും. നാലാമത്തെ കാര്യം മനസ്സിലാക്കുക. കാരണം ഇവിടെയാണ് അഹങ്കാരിയുടെ യഥാർത്ഥ തോൽവി തുടങ്ങുന്നത്. അത് ഇതാണ്: അതിരുകൾ നിശ്ചയിക്കാൻ പഠിക്കുക. സ്വന്തം പരിധികൾ നിശ്ചയിക്കുക. ചാണക്യനീതി വ്യക്തമായി പറയുന്നു, ആരെയാണോ നിയന്ത്രിക്കാൻ കഴിയാത്തത് അവനാണ് യഥാർത്ഥത്തിൽ ശക്തൻ. അഹങ്കാരിയുടെ ഏറ്റവും വലിയ ശീലമെന്താണ്? അവർക്ക് ആളുകളുടെ മേൽ നിയന്ത്രണം വേണം. എല്ലാവരും തന്നെ കേൾക്കുന്നു, തന്റെ കണക്കുകൂട്ടലുകൾക്കനുസരിച്ച് നടക്കുന്നു, തന്റെ മുന്നിൽ തലകുനിക്കുന്നു എന്ന തോന്നൽ അവർക്ക് വേണം. എന്നാൽ തന്റെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത ഒരു വ്യക്തിയുണ്ടെന്ന് അറിയുന്ന ദിവസം അവരുടെ അഹന്ത ഉള്ളിൽ നിന്ന് പിടയാൻ തുടങ്ങും. ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. എല്ലാവരും കേൾക്കുന്ന ഒരാൾ, എന്നാൽ ഒരാൾ മാത്രം അയാളെ കേൾക്കുന്നില്ല. ആ കാര്യം അയാളെ സമാധാനമായി ഇരിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ അതിരുകൾ വ്യക്തവും മൂർച്ചയുള്ളതുമായിരിക്കണം. സ്വന്തം കാര്യത്തിൽ നിയന്ത്രണമില്ലാത്തവനെ നിങ്ങളെ നിയന്ത്രിക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. അധികം വിശദീകരണങ്ങളില്ല, അധികം മറുപടികളില്ല, അധികം പ്രതികരണങ്ങളില്ല. ഇതുവരെ ആകാം, ഇതിനപ്പുറമില്ല എന്ന വ്യക്തമായ സന്ദേശം മാത്രം. നിങ്ങളുടെ അതിരുകൾ എത്രത്തോളം ശക്തമാണോ അത്രത്തോളം ആ അഹങ്കാരി ആശയക്കുഴപ്പത്തിലാകും.
ഈ വ്യക്തിയുടെ അടുത്ത് മാത്രം എന്റെ തന്ത്രങ്ങൾ നടക്കുന്നില്ലല്ലോ എന്ന് അവർ സ്വയം ചോദിക്കും. അവർ ആഗ്രഹിക്കും, പക്ഷേ നിങ്ങളെ അമർത്താൻ കഴിയില്ല. അവർ ശ്രമിക്കും, പക്ഷേ നിങ്ങളെ കുനിക്കാൻ കഴിയില്ല. അവർ എല്ലാ അടവും പയറ്റും, പക്ഷേ നിങ്ങളെ അവരുടെ ഇഷ്ടത്തിന് നടത്താൻ കഴിയില്ല. ഇതാണ് അവരുടെ അഹങ്കാരത്തിന് ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിക്കുന്നത്. അഹങ്കാരത്തിന്റെ വലിയൊരു സത്യമുണ്ട്. താൻ മുകളിലാണെന്ന് തോന്നുന്നിടത്തോളം കാലം മാത്രമേ അഹങ്കാരം ജീവിച്ചിരിക്കൂ. എന്നാൽ നിങ്ങളുടെ അധ്വാനവും ചിന്തയും പ്രവൃത്തിയും നിങ്ങളെ സാവധാനം ഉയർത്താൻ തുടങ്ങുമ്പോൾ ആ അഹങ്കാരം താനേ കുനിയാൻ തുടങ്ങും. നിങ്ങൾ ഒന്നും പറയാതെ, ഒന്നും തെളിയിക്കാതെ തന്നെ. അപ്പോൾ ചോദ്യമിതാണ്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? തർക്കം വിടുക, നാടകം വിടുക, നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും നിങ്ങളുടെ ജോലിയിലും ലക്ഷ്യത്തിലും കരിയറിലും കൊടുക്കുക. ശാന്തനായിരിക്കുക, എന്നാൽ ദുർബലനാകരുത്. തന്ത്രശാലിയാകുക, എന്നാൽ അഹങ്കാരിയാകരുത്. ചാണക്യൻ പറയുന്നു, നിശബ്ദമായി ഉയരങ്ങളിലെത്തുന്ന വ്യക്തിയുടെ മുഴക്കമാണ് ഏറ്റവും ദൂരത്തേക്ക് എത്തുന്നത്. ആർക്കും ഒന്നും തെളിയിച്ചു കൊടുക്കേണ്ടതില്ല. നിങ്ങളുടെ കഴിവുകളെ അത്രത്തോളം മൂർച്ചയുള്ളതാക്കുക. നിങ്ങൾ ആരാണെന്ന് നിങ്ങളുടെ ഫലം തന്നെ സംസാരിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ജോലിയെ ശക്തമാക്കുക. ഒരിക്കൽ നിങ്ങളെ തന്റെ ഇഷ്ടത്തിന് നടത്താൻ ആഗ്രഹിച്ച വ്യക്തി ഇപ്പോൾ അതിന് കഴിയാത്തതോർത്ത് ഉള്ളിൽ നീറിപ്പുകയുമ്പോഴാണ് ഏറ്റവും വലിയ സന്തോഷം ലഭിക്കുന്നത്. വിശ്വസിക്കൂ, ഇതിലും വലിയൊരു വിജയം വേറെയില്ല. കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതായി മാറിയെന്ന സത്യം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാതെ ആ വ്യക്തി ജീവിതകാലം മുഴുവൻ ഈ സംഘർഷത്തിൽ ജീവിക്കും. ഇതാണ് അഹങ്കാരിയുടെ അഹങ്കാരം തകർക്കാനുള്ള ഏറ്റവും ശാന്തവും അപകടകരവുമായ വഴി. അഞ്ചാമത്തെ കാര്യം ഏറ്റവും അപകടകരമാണ്. കാരണം ഇതിൽ നിങ്ങൾ ഒരു വാക്കുപോലും മിണ്ടുന്നില്ല, എന്നിട്ടും മുന്നിലുള്ളയാൾ ഉള്ളിൽ നിന്ന് തകരാൻ തുടങ്ങുന്നു. നിശബ്ദമായി സ്വയം മെച്ചപ്പെടുത്തുക എന്നതാണ് ഈ വഴി. അഹങ്കാരിയുടെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ നിങ്ങൾ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാകുമെന്നതാണ്. അവർ നിങ്ങളെ ഒരു നിശ്ചിത ചട്ടക്കൂടിനുള്ളിൽ അടച്ചാണ് കാണുന്നത്. ഈ വ്യക്തി ഇത്രയുള്ളൂ, ഇതിനപ്പുറമൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരു ഉറച്ച ചിത്രം അവരുടെ മനസ്സിലുണ്ടാകും. ഈ ചിന്തയാണ് അവരുടെ അഹങ്കാരത്തിന്റെ അടിത്തറ. പിന്നീട് അത് അവരുടെ ഏറ്റവും വലിയ തെറ്റായി മാറുകയും ചെയ്യും. ചാണക്യനീതി വളരെ വ്യക്തമായ വാക്കുകളിൽ പറയുന്നു, കാണുന്നവനെയല്ല, തയ്യാറെടുക്കുന്നവനെ ഭയപ്പെടണം. ആരോടും പറയാതെ, ബഹളമുണ്ടാക്കാതെ, ആരെയും കാണിക്കാതെ നിങ്ങൾ സ്വന്തം കാര്യത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ കളി മാറിമറിയാൻ തുടങ്ങുന്നു. പുതിയ കഴിവുകൾ പഠിക്കുക, മനോഭാവം മാറ്റുക, ചിന്തകൾ വലുതാക്കുക. ഓരോ ദിവസവും നിങ്ങളുടെ നിലവാരം കുറേശ്ശെയായി ഉയർത്തുക, അതും പൂർണ്ണ നിശബ്ദതയോടെ. അഹങ്കാരിക്ക് നിയന്ത്രണത്തോട് ആർത്തിയാണ്. എന്നാൽ നിശബ്ദമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളെ നിയന്ത്രിക്കാൻ അവർക്ക് ഒരിക്കലും കഴിയില്ല. ഇതാണ് അവരെ ഉള്ളിൽ നിന്ന് ഭയപ്പെടുത്തുന്നത്. പരാതിപ്പെടാത്ത, തർക്കിക്കാത്ത, വിശദീകരണം നൽകി ഊർജം കളയാത്ത വ്യക്തിയിൽ നിന്നാണ് ഏറ്റവും വലിയ അപകടം വരുന്നത്. അവൻ ഓരോ ദിവസവും സ്വയം പണിതുകൊണ്ടിരിക്കുകയാണ്. എല്ലാം തന്റെ കൺമുന്നിലുണ്ടെന്നും താൻ എല്ലാം കാണുന്നുണ്ടെന്നും എല്ലാം മനസ്സിലാക്കുന്നുണ്ടെന്നും അഹങ്കാരി കരുതുന്നു. എന്നാൽ യഥാർത്ഥ കളി അവരുടെ കണ്ണുകൾക്ക് പിന്നിൽ നടക്കുന്നുണ്ടാകും. സാവധാനം നിങ്ങളുടെ നിലവാരം ഉയരാൻ തുടങ്ങുമ്പോൾ അവരുടെ ഉള്ളിൽ അസ്വസ്ഥതയുണ്ടാകുന്നു. ഇവനെപ്പോൾ മാറി, ഇവനെപ്പോൾ ഇത്രയും മുന്നിലെത്തി എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ഈ സത്യം അവർ തിരിച്ചറിയുമ്പോഴേക്കും വളരെ വൈകിപ്പോയിട്ടുണ്ടാകും. അപ്പോൾ അവരുടെ മുന്നിൽ 2 വഴികളെ അവശേഷിക്കൂ. ഒന്നുകിൽ നിങ്ങൾ അവരെക്കാൾ മുന്നിലെത്തി എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുക, അല്ലെങ്കിൽ ഉള്ളിന്റെയുള്ളിൽ നീറിപ്പുകയുക. അഹങ്കാരി മിക്കവാറും രണ്ടാമത്തെ വഴിയാണ് തിരഞ്ഞെടുക്കുക. കാരണം താൻ ചെറുതെന്ന് കരുതിയ ആൾ ഇപ്പോൾ തനിക്ക് മുകളിൽ നിൽക്കുന്നു എന്നത് അംഗീകരിക്കാൻ അവരുടെ അഹങ്കാരം അനുവദിക്കില്ല. ഇതാണ് ചാണക്യനീതിയുടെ യഥാർത്ഥ കളി. ബഹളമുണ്ടാക്കരുത്, തയ്യാറെടുക്കുക. നിങ്ങൾ എന്താണ് പഠിക്കുന്നതെന്നോ എവിടേക്കാണ് പോകുന്നതെന്നോ നിങ്ങളുടെ അടുത്ത പദ്ധതി എന്താണെന്നോ ആരോടും പറയരുത്. നിങ്ങളുടെ ഫലം മുന്നിൽ വരുമ്പോൾ ആർക്കും ചോദ്യം ചോദിക്കാൻ ഇടനൽകാത്ത വിധം പ്രവർത്തിക്കുക. നിങ്ങളുടെ വളർച്ച തന്നെ മറുപടിയാകണം. ഓർക്കുക, മുന്നിൽ നിന്ന് പോരാടുന്നവനോ സ്വയം തെളിയിക്കാൻ ശ്രമിക്കുന്നവനോ അല്ല ഏറ്റവും അപകടകാരിയായ വ്യക്തി. നിശബ്ദമായി സ്വയം ഉയരങ്ങളിലെത്തിച്ച് മുന്നിലുള്ളയാളുടെ ചിന്തകളെപ്പോലും പിന്നിലാക്കുന്നവനാണ് ഏറ്റവും അപകടകാരി. ആറാമത്തെ കാര്യം വളരെ തന്ത്രപരമായതാണ്. ഇതിൽ നിങ്ങൾ ആരെയും ആക്രമിക്കുന്നില്ല. എങ്കിലും മുന്നിലുള്ളയാൾ ഉള്ളിൽ നിന്ന് തകരാൻ തുടങ്ങുന്നു. അഹങ്കാരിക്ക് താരതമ്യം ചെയ്യാനുള്ള രോഗമുണ്ട്. ആ രോഗത്തെ അവർക്കെതിരെ തന്നെ ഉപയോഗിക്കുക എന്നതാണ് ഇത്. അഹങ്കാരി എപ്പോഴും താരതമ്യത്തിലാണ് ജീവിക്കുന്നത്. സ്വയം മുകളിൽ കാണിക്കാൻ ആരെങ്കിലും താഴെ കാണിക്കേണ്ടത് അവർക്ക് ആവശ്യമാണ്. ഞാൻ മികച്ചതാണ്, ഞാൻ മുന്നിലാണ്, ഞാൻ വലിയവനാണ് എന്ന് തെളിയിക്കാൻ അവർ എപ്പോഴും ആഗ്രഹിക്കുന്നു. ഇതുതന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ദൗർബല്യവും. ചാണക്യനീതി പറയുന്നു, ശത്രുവിന്റെ ദൗർബല്യത്തിൽ പ്രഹരിക്കരുത്, അവരുടെ ശീലത്തെ കെണിയാക്കി മാറ്റുക. അവരുടെ ഈ താരതമ്യം ചെയ്യാനുള്ള രോഗത്തെ ചികിത്സിക്കാൻ നിങ്ങൾ പോകരുത്. അവരെ ഉപദേശിക്കാനിരിക്കരുത്. ഇതൊരു ആയുധമാക്കുക. എങ്ങനെ? വളരെ ലളിതമാണ്. നിങ്ങൾ ആരോടും താരതമ്യം ചെയ്യാതിരിക്കുക. അവരെക്കാൾ മുന്നിലെത്തണമെന്ന സംസാരമോ അവരെ തോൽപ്പിക്കണമെന്ന ചിന്തയോ വേണ്ട. ഒരേയൊരു താരതമ്യം മാത്രം വയ്ക്കുക.
ഇന്നത്തെ ഞാൻ ഇന്നലത്തേക്കാൾ മികച്ചതാണോ അല്ലയോ? നിങ്ങൾ നിങ്ങളെത്തന്നെ താരതമ്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ശുദ്ധമാകുന്നു. നിങ്ങൾ സാവധാനം തുടർച്ചയായി ഉയരാൻ തുടങ്ങുന്നു. ഇതിലെ രസകരമായ കാര്യം എന്താണെന്നറിയാമോ? നിങ്ങളൊന്നും പറയാതെ തന്നെ ആ അഹങ്കാരി സ്വയം താരതമ്യം ചെയ്യാൻ തുടങ്ങും. അവർ നിങ്ങളെ കാണുന്നു, നിങ്ങളുടെ ഫലം കാണുന്നു, നിങ്ങളുടെ വളർച്ച കാണുന്നു. അവരുടെ മനസ്സ് സ്വയം കണക്കുകൂട്ടാൻ തുടങ്ങുന്നു. ഒരേയൊരു വ്യത്യാസം, ഇത്തവണ താരതമ്യം അവർക്ക് അനുകൂലമായിരിക്കില്ല എന്നതാണ്. ഇവിടെയാണ് അവരുടെ അഹങ്കാരത്തിന് ഏറ്റവും കൂടുതൽ മുറിവേൽക്കുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾ അവരെ താഴ്ത്തിക്കെട്ടിയിട്ടില്ല. എന്നിട്ടും അവർക്ക് സ്വയം താഴ്ന്നതായി തോന്നുന്നു. നിങ്ങൾ ഒരു മത്സരവും പ്രഖ്യാപിച്ചില്ല, എന്നിട്ടും അവർ സ്വയം തോൽക്കുന്നതായി കാണുന്നു. ഈ നിശബ്ദമായ അടി ഏറ്റവും കൂടുതൽ വേദന നൽകുന്നു. ചാണക്യൻ പറയുന്നു, ശത്രുവിന് താൻ തോൽക്കുന്നതായി സ്വയം തോന്നുമ്പോൾ യുദ്ധം ജയിച്ചതായി കരുതുക. നിങ്ങളുടെ പണി ഇത്രമാത്രം പ്രകടനങ്ങളില്ലാതെ, ബഹളമില്ലാതെ, പ്രഖ്യാപനങ്ങളില്ലാതെ നിങ്ങളുടെ ഗ്രാഫ് ഉയർത്തുക. നിങ്ങളുടെ നിലവാരം ഉയരുന്നതിനനുസരിച്ച് അവരുടെ താരതമ്യം ചെയ്യാനുള്ള രോഗം അവരെ ഉള്ളിൽ നിന്ന് കാർന്നുതിന്നുകൊണ്ടിരിക്കും. ഓർക്കുക, മുന്നിലുള്ളയാൾക്ക് തോൽവി സമ്മതിക്കാൻ പോലും ധൈര്യമില്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് നിങ്ങളുടെ വിജയം പൂർണ്ണമാകുന്നത്. കളി തീർന്നു എന്ന് അവർക്കുള്ളിൽ അറിയാമായിരിക്കും. ഏഴാമത്തെ കാര്യം ഏറ്റവും ആഴമേറിയതും ഏറ്റവും കൂടുതൽ ഫലം ചെയ്യുന്നതുമാണ്. വൈകാരികമായ അകലം പാലിക്കുക. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നിടത്തോളം കാലം മാത്രമേ അഹങ്കാരി സ്വയം ശക്തനാണെന്ന് കരുതൂ. അവരുടെ സംസാരം കേട്ട് നിങ്ങൾക്ക് ദേഷ്യം വരുന്ന ദിവസം, അവരുടെ പ്രവൃത്തികൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന ദിവസം, അല്ലെങ്കിൽ സ്വയം തെളിയിക്കാനുള്ള വെപ്രാളം നിങ്ങളിൽ ഉണ്ടാകുന്ന ദിവസം, ആ നിമിഷം അവർ ജയിക്കുകയാണെന്ന് മനസ്സിലാക്കുക. കാരണം അഹങ്കാരി യഥാർത്ഥത്തിൽ നിങ്ങളെയല്ല തോൽപ്പിക്കുന്നത്, അവർ നിങ്ങളുടെ പ്രതികരണത്തെയാണ് തോൽപ്പിക്കുന്നത്. നിങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നത് അവർക്ക് വിഷയമല്ല. അവരുടെ വാക്കുകൾ കൊണ്ട് നിങ്ങൾ ഇളകണം, തകരണം അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കണം എന്ന് മാത്രമേ അവർക്കുള്ളൂ. ചാണക്യനീതി ഇതിൽ വളരെ വ്യക്തമായ കാര്യം പറയുന്നു. സ്വന്തം വികാരങ്ങളെ നിയന്ത്രണത്തിലാക്കിയ മനുഷ്യനെ തോൽപ്പിക്കുക അസാധ്യമാണ്. മുന്നിലുള്ളയാളിൽ എന്തെങ്കിലും വികാരമുണർത്തുക എന്നതിലാണ് അഹങ്കാരിയുടെ മുഴുവൻ തന്ത്രവും നിൽക്കുന്നത്. ചിലപ്പോൾ അവർ കള്ളപ്പുകഴ്ത്തൽ നടത്തും, അങ്ങനെ നിങ്ങൾ അവരുടെ കടപ്പാടിൽ കുടുങ്ങാൻ. ചിലപ്പോൾ താഴത്തിക്കെട്ടും, അങ്ങനെ നിങ്ങൾ സ്വയം തെളിയിക്കാൻ ശ്രമിക്കാൻ. എന്നാൽ ഈ രണ്ട് കെണികളിൽ നിന്നും നിങ്ങൾ പുറത്തുകടക്കുന്ന ദിവസം അവരുടെ കളി അവസാനിക്കുന്നു. കാരണം ഇപ്പോൾ നിങ്ങളെ പിടിക്കാൻ അവരുടെ കയ്യിലൊന്നുമില്ല. വൈകാരികമായ അകലമെന്നാൽ നിങ്ങൾ ആരോടും മിണ്ടാത്തവനോ കല്ലുപോലെയുള്ള മനസ്സ് ഉള്ളവനോ ആകണം എന്നല്ല. വൈകാരികമായി നിസ്സംഗനാകുക എന്നാണ് ഇതിനർത്ഥം. അവരുടെ പുകഴ്ത്തൽ നിങ്ങളുടെ തലയിൽ കയറരുത്. അവരുടെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ തറയ്ക്കരുത്. അവർക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ കഴിയരുത്, നിങ്ങളെ തകർക്കാനും കഴിയരുത്. ആരാണ് എന്ത് പറയുന്നത്, എന്തിനാണ് പറയുന്നത്, എനിക്കതുമായി എന്ത് ബന്ധം എന്ന് കൃത്യമായി അറിയാവുന്ന ഒരു ശാന്തമായ മനസ്സ്. നിങ്ങൾ ഈ അവസ്ഥയിലെത്തുമ്പോൾ നിങ്ങൾ പ്രതികരിക്കുകയല്ല, നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നിരീക്ഷിക്കുന്നവനാണ് യഥാർത്ഥ നിയന്ത്രണമുള്ളത്. എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടും നിങ്ങളിൽ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടാക്കാൻ കഴിയാത്തപ്പോഴാണ് അഹങ്കാരിക്ക് ഏറ്റവും കൂടുതൽ നോവുന്നത്. അവർ പ്രകോപിപ്പിക്കും, പരിഹസിക്കും, നിങ്ങളുടെ വില കുറയ്ക്കാൻ ശ്രമിക്കും. എന്നാൽ തിരിച്ച് അവർക്ക് ശാന്തത മാത്രം ലഭിക്കുമ്പോൾ അവരുടെ അഹങ്കാരം സ്വയം ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. കാരണം അവരുടെ ഏറ്റവും വലിയ ആയുധമായ നിങ്ങളുടെ വികാരങ്ങൾ ഇപ്പോൾ അവരുടെ കൈവിട്ടുപോയിരിക്കുന്നു. ഇപ്പോൾ അവർക്ക് ആഗ്രഹിച്ചാലും നിങ്ങളെ ഇളക്കാൻ കഴിയില്ല. ഇതാണ് ചാണക്യനീതിയുടെ യഥാർത്ഥ ശക്തി, ആത്മനിയന്ത്രണം. സ്വന്തം വികാരങ്ങളുടെ യജമാനനായി നിങ്ങൾ മാറുന്ന ദിവസം അഹങ്കാരി നിങ്ങളുടെ ജീവിതത്തിൽ ദുർബലനാകാൻ തുടങ്ങുന്നു. ഓർക്കുക, മുന്നിലുള്ളയാൾ തോൽവി സമ്മതിക്കുമ്പോഴല്ല, മറിച്ച് അവർ നിസ്സഹായരാകുമ്പോഴാണ് ഏറ്റവും വലിയ വിജയം. ഇതാണ് അഹങ്കാരിയുടെ അഹങ്കാരം തകർക്കാനുള്ള ഏറ്റവും ശാന്തവും അപകടകരവും ഫലപ്രദവുമായ മാർഗം. എട്ടാമത്തെയും അവസാനത്തെയും കാര്യം ഏറ്റവും നിർണായകമാണ്. കാരണം ഇവിടെ അഹങ്കാരിയുടെ മുഴുവൻ തെറ്റിദ്ധാരണയും തകർന്നുപോകുന്നു. അവരുടെ ആവശ്യമായി മാറാതിരിക്കുക. ആളുകൾ താനില്ലാതെ അപൂർണരാണെന്ന് തോന്നുന്നതുകൊണ്ടാണ് അഹങ്കാരി പലപ്പോഴും അഹങ്കാരിയാകുന്നത്. ആളുകൾ അവരോട് ഉപദേശം ചോദിക്കുന്നു, അവരുടെ അനുവാദത്തിന് കാത്തിരിക്കുന്നു, അവരുടെ പിന്തുണയിൽ നിലനിൽക്കുന്നു. ഈ ആശ്രിതത്വമാണ് അവരുടെ അഹങ്കാരത്തിന് ദിവസവും ആഹാരം നൽകുന്നത്. എന്നാൽ താനില്ലാതെയും ആളുകൾക്ക് മുന്നോട്ടു പോകാമെന്ന് അവർക്ക് തിരിച്ചറിവ് ലഭിക്കുന്ന ദിവസം അവരുടെ അഹങ്കാരം ചീട്ടുകൊട്ടാരം പോലെ തകരാൻ തുടങ്ങുന്നു. ചാണക്യനീതി പറയുന്നു, മറ്റുള്ളവരെ ആശ്രയിക്കാത്തവൻ യഥാർത്ഥത്തിൽ സ്വതന്ത്രനും ശക്തനുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സത്യമായും ഒരു അഹങ്കാരിയുടെ അഹങ്കാരം തകർക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ആവശ്യം വരാത്ത രീതിയിൽ സ്വയം പര്യാപ്തരാകുക. തീരുമാനങ്ങളെടുക്കാനോ മുന്നോട്ടു പോകാനോ സ്വന്തം കാര്യത്തിൽ വിശ്വാസമർപ്പിക്കാനോ അവരുടെ ആവശ്യം വരരുത്. ചോദിക്കാതെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങുമ്പോൾ, സഹായമില്ലാതെ സ്വന്തം വഴികൾ വെട്ടുമ്പോൾ, അവരുടെ സാന്നിധ്യമില്ലാതെയും മുന്നോട്ടു പോകുമ്പോൾ അപ്പോഴാണ് യഥാർത്ഥ പ്രഹരം ഏൽക്കുന്നത്. താൻ അനിവാര്യനല്ല എന്ന സത്യം അംഗീകരിക്കാൻ അഹങ്കാരിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. താനില്ലാതെ എല്ലാം നിന്ന് പോകുമെന്ന തെറ്റിദ്ധാരണയിലാണ് അവരുടെ അഹങ്കാരം നിലനിൽക്കുന്നത്.
എന്നാൽ നിങ്ങളുടെ കാര്യം നടക്കുന്നുണ്ടെന്നും നിങ്ങൾക്ക് വളർച്ചയുണ്ടെന്നും നിങ്ങളുടെ തീരുമാനങ്ങൾ ശരിയാണെന്നും അതും അവരില്ലാതെ എന്നവർ കാണുമ്പോൾ അവരുടെ ഉള്ളം ലോകം ഇളകിമറിയും. അവർ പുറമെ ശാന്തരായി കാണപ്പെട്ടേക്കാം, പക്ഷേ ഉള്ളിലാദ്യമായി അവർക്ക് സ്വന്തം പരിമിതികൾ കാണാൻ തുടങ്ങും. ഓർക്കുക, അഹങ്കാരിയെ താഴ്ത്തിക്കെട്ടേണ്ട ആവശ്യമില്ല. അവരെ അപ്രസക്തരാക്കിയാൽ മാത്രം മതി. നിങ്ങൾ ആർക്കും ആവശ്യമില്ലാത്തവരാകുമ്പോൾ നിങ്ങൾ അവരുടെ പിടിയിൽ നിന്ന് പുറത്തുകടക്കുന്നു. എന്നാണോ നിങ്ങൾ അവരുടെ പിടിയിൽ നിന്ന് പുറത്തുകടക്കുന്നത്, അന്നേ അവരുടെ നിയന്ത്രണം അവസാനിച്ചു. ഇവിടെയാണ് അവരുടെ അഹങ്കാരത്തിന് ഏറ്റവും ആഴത്തിൽ മുറിവേൽക്കുന്നത്. 9ാമത്തെ കാര്യം വളരെ ശാന്തമാണ്, പക്ഷേ അതിന്റെ ഫലം വളരെ ആഴമേറിയതാണ്. അഹങ്കാരിയുടെ മുഴുവൻ കളിയും അത് മാറ്റിമറിക്കുന്നു. അവരുടെ ധൃതിക്കു മുന്നിൽ നിങ്ങളുടെ ക്ഷമയെ നിർത്തൂ. അഹങ്കാരിക്ക് എല്ലാം ഉടൻ വേണം. അവർക്ക് ഉടൻ ഫലം വേണം, ഉടൻ വിജയം വേണം, ഉടൻ പുകഴ്ത്തൽ വേണം, എല്ലാത്തിലുമുപരി ഉടൻ നിയന്ത്രണം വേണം. അവർക്ക് കാത്തിരിക്കാൻ ഒട്ടും ഇഷ്ടമല്ല. കാരണം കാത്തിരിപ്പിൽ അവരുടെ ശക്തി കുറയാൻ തുടങ്ങുന്നു. കാര്യങ്ങൾ തന്റെ വേഗതയിൽ നടക്കണം, തന്റെ സമയത്ത് നടക്കണം, താൻ പറയുന്നത് പോലെ നടക്കണമെന്നാണ് അവരുടെ ചിന്ത. ചാണക്യനീതി വ്യക്തമായി പറയുന്നു, സമയത്തോടൊപ്പം സഞ്ചരിക്കുന്നവൻ അവസാനം വിജയിയാകുന്നു. എല്ലാ സാഹചര്യത്തിലും നിങ്ങൾ ക്ഷമ കാണിക്കുമ്പോൾ അഹങ്കാരിയുടെ മനസ്സ് തകരാറാകാൻ തുടങ്ങുന്നു. അവർ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കും. നിങ്ങളെക്കൊണ്ട് പെട്ടെന്ന് പ്രതികരിപ്പിക്കാൻ ശ്രമിക്കും. ദേഷ്യത്തിൽ എന്തെങ്കിലും തെറ്റു പറയാനോ ചെയ്യാനോ നിങ്ങളെ കുടുക്കാൻ ശ്രമിക്കും. കാരണം നിങ്ങൾ ധൃതിയിൽ തെറ്റ് ചെയ്യുന്നതിലാണ് അവരുടെ വിജയം. എന്നാൽ നിങ്ങൾ ശാന്തനായിരിക്കുകയും ആലോചിച്ച് കാൽവയ്ക്കുകയും സമയത്തെ അതിന്റെ ജോലി ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യുന്ന ദിവസം അവരുടെ പദ്ധതി പരാജയപ്പെടുന്നു. ക്ഷമ എന്നാൽ വെറും കാത്തിരിപ്പല്ല. ക്ഷമ ഒരു തന്ത്രമാണ്. പരിഭ്രമിക്കാതെ, ധൃതി കൂട്ടാതെ നിങ്ങൾ തുടർച്ചയായി നിങ്ങളുടെ വഴിയിലൂടെ നടക്കുമ്പോൾ അഹങ്കാരിക്ക് ക്ഷമ നശിക്കാൻ തുടങ്ങുന്നു. അവർ ധൃതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങുന്നു. അവരുടെ യഥാർത്ഥ ചിന്ത പുറത്തുകാട്ടുന്നു. അവിടെ അവരുടെ അഹങ്കാരം വെളിപ്പെടുന്നു. നിങ്ങളൊന്നും പറയുന്നില്ല, പക്ഷേ അവരുടെ അസ്വസ്ഥതയെല്ലാം വിളിച്ചു പറയുന്നു. എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടും നിങ്ങളെ ഇളക്കാൻ കഴിയാത്തപ്പോഴാണ് അഹങ്കാരിക്ക് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത്. അവർ നിങ്ങളെ എത്രത്തോളം വേഗത്തിൽ വലിക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ ഉറച്ചു നിൽക്കുക. അവർ എത്രത്തോളം ഓടുന്നുവോ അത്രത്തോളം നിങ്ങൾ നിൽക്കുക. കാരണം സ്വന്തം കാര്യത്തിൽ നിയന്ത്രണമുള്ളവന്റെ കൂടെ മാത്രമേ സമയം നിൽക്കൂ. ഓർക്കുക, ക്ഷമ നിങ്ങളെ ശക്തനാക്കുന്നു. അവരുടെ ധൃതി അവരുടെ അഹങ്കാരത്തെ വെളിപ്പെടുത്തുന്നു. ഇതാണ് ചാണക്യനീതിയുടെ യഥാർത്ഥ മന്ത്രം. ധൃതി കൂട്ടുന്നവൻ തോൽക്കുന്നു, ക്ഷമയുള്ളവൻ നിശബ്ദമായി ജയിക്കുന്നു. 10ാമത്തെ കാര്യം വളരെ തന്ത്രപരമായതാണ്. കാരണം ഇതിൽ നിങ്ങൾ മുന്നിലുള്ളയാളോട് യുദ്ധം ചെയ്യുന്നേയില്ല, എന്നിട്ടും അവൻ തോൽക്കുന്നു. ഈ കാര്യത്തിന്റെ യഥാർത്ഥ അർത്ഥം നിങ്ങളെക്കാൾ മികച്ചതാണെന്ന് തെളിയിക്കാൻ അവർക്കൊരിക്കലും ഒരവസരം കൊടുക്കരുത് എന്നതാണ്. എല്ലാ കാര്യത്തെയും മത്സരമാക്കുന്നത് അഹങ്കാരിയുടെ ശീലമാണ്. കാര്യം ചെറുതായാലും വലുതായാലും അവരതിനെ ഒരു ഓട്ടപ്പന്തയമാക്കും. നിങ്ങൾ അവരുടെ മൈതാനത്ത് ഇറങ്ങണമെന്നും അവർ ഉണ്ടാക്കിയ നിയമങ്ങൾക്കനുസരിച്ച് കളിക്കണമെന്നും അവരുടെ നിബന്ധനകളിൽ സ്വയം തെളിയിക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ ചാണക്യനീതി പറയുന്നു, യുദ്ധം ചെയ്യാത്ത യുദ്ധമാണ് ജയിക്കപ്പെടുന്നത്. നിങ്ങൾ ആ കളിയിലേക്ക് ഇറങ്ങുന്നേയില്ല എന്നതാണ് യഥാർത്ഥ തന്ത്രം. മത്സരത്തിന്റെ തീയില്ല, അസൂയയില്ല, സ്വയം മുകളിൽ കാണിക്കാനുള്ള ശ്രമമില്ല. ശാന്തമായ മനസ്സോടെ സ്വന്തം വഴിയിലൂടെ നടക്കുക. നിങ്ങൾ അവരുടെ കൂടെ മത്സരത്തിന് നിൽക്കുന്നില്ല എന്ന് വരുമ്പോൾ അവരുടെ മനസ്സ് കുഴങ്ങിപ്പോകുന്നു. കാരണം ആരെ തോൽപ്പിക്കണം, ആരെക്കാൾ മുന്നിലെത്തണം, ആരുടെ മേൽ വിജയം തെളിയിക്കണമെന്ന് അവർക്കറിയില്ല. മറ്റുള്ളവരെ തോൽപ്പിക്കുന്നതിലാണ് അവരുടെ ആത്മാഭിമാനം മുഴുവൻ നിൽക്കുന്നത്. മുന്നിൽ എതിരാളി ഇല്ലാതാകുമ്പോൾ അവരുടെ വ്യക്തിത്വം തന്നെ ഇളകാൻ തുടങ്ങുന്നു. അവരുടെ വിജയത്തിന് നിങ്ങൾ ഒരു വിലയും കൊടുക്കുന്നില്ല എന്ന് കാണുമ്പോഴാണ് അഹങ്കാരിക്ക് ഏറ്റവും കൂടുതൽ നോവുന്നത്. അവർ മുന്നിലെത്തിയാലും നിങ്ങൾക്ക് സന്തോഷവുമില്ല, സങ്കടവുമില്ല. നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ മുഴുകിയിരിക്കുന്നു. ഇത് അവരുടെ അഹങ്കാരത്തിന് വലിയ മുറിവേൽപ്പിക്കുന്നു. കാരണം അവരുടെ വിജയം കണ്ട് നിങ്ങൾ അസൂയപ്പെടണമെന്നും വിഷമിക്കണമെന്നും അല്ലെങ്കിൽ സ്വയം ചെറുതായി തോന്നണമെന്നും അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ അങ്ങനെയൊന്നും സംഭവിക്കാത്തപ്പോൾ അവരുടെ വിജയം അവർക്ക് അപൂർണമായി തോന്നുന്നു. ചാണക്യനീതിയുടെ ആഴമേറിയ സത്യം ഇതാണ്: എതിരാളിയില്ലാത്തവന്റെ ശക്തി താനേ നശിക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ സമാധാനവും നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ വേറിട്ട വഴിയും അവർക്ക് വലിയൊരു ആശയക്കുഴപ്പമായി മാറുന്നു. അവർ എത്ര ശ്രമിച്ചാലും നിങ്ങളെ അവരുടെ കളിയിലേക്ക് വലിച്ചിഴക്കാൻ കഴിയില്ല. നിങ്ങൾ അവരുടെ മത്സരത്തിലില്ല എന്ന് അവർ മനസ്സിലാക്കുന്ന ദിവസം യുദ്ധം ചെയ്യാതെ തന്നെ അവരുടെ അഹങ്കാരം തോൽവി സമ്മതിക്കുന്നു. ഓർക്കുക, ആരെയും തോൽപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ വിജയമുണ്ടാകുന്നത്. എങ്കിലും മുന്നിലുള്ളയാൾക്ക് താൻ തോറ്റതായി തോന്നും. ചാണക്യനീതി അനുസരിച്ച് അഹങ്കാരിയുടെ അഹങ്കാരം തകർക്കാനുള്ള ഏറ്റവും ശാന്തവും ബുദ്ധിപരവും അവസാനത്തെയും വഴിയാണിത്. ഇവിടെ നമ്മുടെ പാഠം അവസാനിക്കുന്നു. അഹങ്കാരിയുടെ അഹങ്കാരം തകർക്കുന്നത് തർക്കമോ വഴക്കോ കൊണ്ടല്ല, മറിച്ച് ചാണക്യനീതി അനുസരിച്ച് ബുദ്ധി, ക്ഷമ, സ്വയം മെച്ചപ്പെടുത്തൽ എന്നിവയിലൂടെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയും ഇത്തരം മോട്ടിവേഷണൽ നിർദ്ദേശങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക,
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അങ്ങനെ ഞങ്ങളുടെ ഓരോ പുതിയ വീഡിയോയും നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ കഴിയും. പിന്നെ ഏത് കാര്യമാണ് നിങ്ങൾക്ക് ഏറ്റവും ശക്തമായി തോന്നിയതെന്ന് താഴെ കമന്റിൽ പറയൂ.